അത് ഇതാണ് ഈ പള്ളി. ഉള്ളിലൊരു തെങ്ങുന്നൂറ് ഉള്ളിലാ, ഒരു തെങ്ങുന്നൂറ് ഉള്ളിലാ കുറച്ച് റോഡിനാണ് കയറി പോയിട്ടാ. കുറച്ച് വലിയ പള്ളി. ആ അതന്നെ 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 പള്ളി അവിടെ എത്തി. മറ്റേ ഇതാണ് പള്ളി മാത്രമാണ് എനിക്ക് അറിയില്ല. പിന്നെ അതാണ് കൊട്ടച്ചിറ അറബി കോളേജ്. എന്റെ കൊട്ടച്ചിറത്തെ ഇതന്നെ പകലന്നെ എന്താണ് ഒരു താഴ്ന്ന ജാതിക്കാർ ഒരു സ്ത്രീയായിരുന്നു. ഈ ദീപനന്ദിയപ്പ എന്നും പോകുമ്പോ ഇവര് ഭയങ്കര കഷ്ടപ്പാടിലായിരുന്നു. ഈ കുടുംബം ഒരു കെട്ടിയനും കെട്ടിയത് ചെറുപ്പക്കാരാണ്. കെട്ടിയനിച്ച് ഒരു പണിക്കും സാധിക്കില്ല. ഈ സ്ത്രീ ആണെങ്കിൽ എന്നൊരു രോഗിയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത് കല്യാണം കഴിച്ച് കൊടുത്തതിന് ശേഷം അവർക്ക് മുതലില്ല. ആ കിടക്കുന്ന പറമ്പ് ഇപ്പോഴും അവരുടെ ഇതാണ്. അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പേപ്പർ 2 ഷീറ്റ് പേപ്പറിലായിരുന്നു. അതിൻ്റെ ഒരു ബുക്ക് എടുക്കണം കൊട്ടച്ചിറ കോളേജിൻ്റെ. അപ്പോൾ ഇത് അന്ന് ഹരിജൻ സ്ത്രീയാണ്. കൊട്ടച്ചിറ കോളേജിൽ ലക്ഷ്മി എന്നാ പേര്. അതിന് കൊട്ടച്ചിറ ഫാത്തിമ ബീവിയാണ് ഇപ്പോൾ. അതിൻ്റെ ഇതൊക്കെ മക്കാമൊക്കെ ഇതാക്കിയിട്ടുണ്ടാണ്. നല്ല വരുമാനമുണ്ട്. കുട്ടികളും പഠിക്കുന്നു. കുട്ടികൾ പഠിക്കുന്ന ഒരു കൊല്ലത്തിൽ 2 കൊല്ലം കൂടുമ്പോൾ 2 കൊല്ലം കൂടുമ്പോൾ ഇതിൻ്റെ കുട്ടികളുടെ ബിരുദം പാസ്സാക്കി വരുന്നത് 100 കുട്ടി, 120 കുട്ടി, 80 കുട്ടി ഒക്കെ ഉണ്ട്. ഇതിൽ ഖത്തീബായിട്ട് കയറി ഇറങ്ങുമ്പോൾ, മെഹ്റാബ് കയറി ഇറങ്ങുമ്പോൾ കറുത്ത കുപ്പായം, വെളുത്ത കുപ്പായം, നീളം കുപ്പായം ഇട്ട് കയറി ഇതായിട്ട് സനത് കൊടുക്കുകയാണ് അവിടെ ഈ കൊട്ടച്ചിറ അഞ്ചേരിയിൽ. അപ്പോൾ ഞാനും മൂസയും കൂടെ മൂസ മരിക്കുന്നതായിരിക്കും. അതിൽ ഫസ്റ്റ് മൂസ മരിക്കുന്നതിൻ്റെ ഒരു 6 മാസം പിന്നെ ഞങ്ങൾ ജനുവരി ആട്ടെ ഇതിന് പോയി സനത് ഈ രംഗത്തിന് തുടങ്ങി. ഞാനും മൂസയും പിന്നെ ഞങ്ങളൊരു 10-12 ആൾക്കാരുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസം 2 മാസം കഴിഞ്ഞു. അപ്പോൾ പോയില്ല. അവിടെ പഠിച്ചിറങ്ങിയ ആളാണ് ഈ നൗഷാദ് ബാക്കി. നൗഷാദ് ബാക്കി ചെറിയ നൗഷാദ് ബാക്കി കഴിഞ്ഞ വർഷം ഇപ്പൊ ഈ കഴിഞ്ഞ മാസം അവിടെ പരിപാടി കഴിഞ്ഞു. ആ പരിപാടിക്ക് വന്നിട്ട് വീട്ടിൽ പറയുന്നു, ഞാൻ ഈ അറബി കോളേജിൽ പഠിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് പ്രസംഗിക്കും എന്നുള്ളത് ഇവിടെ എനിക്ക് ചോറ് തന്നു ഊട്ടി വളർത്തിയ ഉമ്മമാരോ ഉപ്പമാരോ അവർ ഉറക്കത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞു. സംഗതി അയാളുടെ പരിപാടി നമ്മൾ ഇപ്പോൾ ടി വിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2-3 കൊല്ലമായിരിക്കും. അഞ്ചേരി മറ്റേ വാഴയുടെ അതിന് മുന്നേ മറ്റേ മൈതാനായിട്ടുണ്ട്. അയാൾ മാത്രമായിരുന്നു ഒരു 4-5 കൊല്ലത്തിന് ഇങ്ങനെ ഇതില്ലായിരുന്നു അൽമഫാസിന്റെ മൈതാനി. അപ്പോ ഈ നൗഷാദ് ബാക്കറി അവിടുന്ന് പഠിച്ചു വിജയിച്ചാണ് ഇപ്പൊ ഇവിടെ വരുമല്ലോ. ഈ കാഞ്ഞശ്ശേരി പാപ്പുണ്ടോ? മസ്താൻ പാപ്പ അല്ലേ? അയാൾക്ക് അവിടെ എല്ലാ വർഷവും ഈ ചങ്ങാതി പരിപാടി വരുന്നു. അത് കേരളം ഒട്ടാകെ ഞങ്ങൾ അവിടെ വരുന്നുണ്ട്. അത് ഭയങ്കര പരിപാടിയാണ്. 3 ദിവസത്തെ പരിപാടിയാണ്. 3 ദിവസം അന്നദാനാണ്. തുടർച്ചയായിട്ട് വരുമ്പോ ഞെട്ടിപ്പോയി ഞാൻ. കാരണം എന്താ വെച്ചാൽ ഞാൻ നിൽക്കണത് എവിടെ അറിയാം. ഇവിടുന്ന് ഏകദേശം ഇവിടുന്ന് നമ്മുടെ അങ്ങോട്ട് എത്തേണ്ട ഏകദേശം അത്ര ദൂരത്തിലാണ് നിൽക്കണം. ഭക്ഷണത്തിന് വേണ്ടി നിൽക്കുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് പ്ലേറ്റ് എടുക്കണം, നേരെ അവിടെ പോകണം. അവര് ചോറും കറിയും 2 കൂടി കൊടുക്കണം, ഒരു ഭാഗത്ത് കഴിക്കണം, വെള്ളം എന്തൊക്കെ കൊടുക്കണം, കുറച്ചേരം ഇവിടെ കഴിക്കും. പിന്നെ നേരെ പ്ലേറ്റ് ഒരു ഭാഗത്ത് കൊടുക്കണം, പ്ലേറ്റ് ഒരു ഭാഗത്ത് ചോറ് കല്യാണം വിളിക്കാൻ പോകുമ്പോ സൈദിന്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ പോകുമ്പോ ഞാൻ അവിടെ ഇറങ്ങിയിട്ട് ചോദിക്കുക, അവനോട് ചോദിക്കുക ഇവരോട് മസ്താൻ പാപ്പാന്റെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അതാ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് പോയാൽ എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടില്ല. ഇവിടെ കുറെ ആൾക്കാരുണ്ട് അവിടെ. അങ്ങനെയൊക്കെ മാസം ആഴ്ചയിലൊക്കെ പരിപാടി വ്യാഴാഴ്ച ദിക്കുന്നു പോകാൻ. അത്
അതിലുപരി ഞാൻ ഇപ്പോൾ മൂസേനയും കൂടി ഞങ്ങൾ പോയിട്ട് ഇവിടെ മുക്കത്തിൽ ചെന്നിട്ട് മടവൂര് കൂടാതെ അതിൻ്റെ ഇപ്പുറത്ത് കരുവാമ്പടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോപ്പുണ്ട്. അവിടെ ഇറങ്ങിയിരിക്കുന്നപ്പോൾ ഈ മടവൂര് ഷെയ്ഖിൻ്റെ ശിക്ഷനാണ് അവിടെ അതിൻ്റെ ഇപ്പുറത്ത് ഈ കരുവാമ്പടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മടവൂര് ഷെയ്ഖ് പട്ടായി ഒരു 6 കൊല്ലം 8 കൊല്ലമൊക്കെ ആയിരുന്നു. അതിന് ശേഷം മടവൂരിൻ്റെ മക്കാമിൽ